രാമായണത്തെ നമ്മൾ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ ആ കഥയുടെ പിന്നാലെ ഇങ്ങോട്ട് പോകാതെ, സാധാരണ നമ്മളൊക്കെ ഒരു കഥ കേൾക്കുമ്പോൾ കഥയുടെ പിന്നാലെ പോകാം. അതൊന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില കഥകളുടെ പിന്നിലുള്ള ചില കഥകളുണ്ട്, പറയാത്ത കഥകൾ. അത് നമ്മൾ അറിഞ്ഞെടുക്കണം ആ കഥകൾ. അതായത് ഞാൻ നോക്കി എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, മനസ്സിലാക്കിയുള്ള കാര്യം, രാമായണത്തിൽ നമുക്ക് 3 രാജ്യങ്ങളുടെ കഥകൾ കാണാൻ പറ്റും. 3 രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ 3 രാജ്യങ്ങളിൽ നടക്കുന്ന കഥകൾ. 1 അയോധ്യ, 2 കിഷ്കിന്ധ, 3 ലങ്ക. അറിയാലോ, അയോധ്യയിലാണ് ആരൊക്കെ? രാവണനാ മനപ്പുറം പറഞ്ഞല്ലോ. നല്ല ആളുകളോട് ഞാൻ രാമായണം പറയുന്നത്. അയോധ്യയിൽ ആരുണ്ട്? അല്ല, ഗുരുദേവിന് അഭിമാനിക്കാനുള്ള എല്ലാ നല്ല പരമ്പരകളുണ്ടെന്ന് പറയാണ്. ആ സ്വാമി എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് കൂടി ആൾക്കുണ്ടാവില്ല. അല്ലേ, നന്നായത് നമ്മളെ കേട്ടിട്ടുള്ള അപകടം. അപ്പോ രാമായണത്തിലെ അയോധ്യ ഭരിച്ചത് ആരാ? അവസാനം പറയാൻ പോകുന്നത് ഞാനല്ല, ആരാ? അപ്പോ രാമനൊരു അച്ഛൻ ഉണ്ടാവില്ല. ആരാണ്? ദശരഥനല്ലേ? ദശരഥനും അദ്ദേഹത്തിന് എത്ര ഭാര്യമാരാണ്? അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ കണക്ക് അറിയാത്തൊരു കാര്യമില്ല, അത് അവര് ഓർത്തു വെച്ചിട്ടുണ്ടാവും. 3 ഭാര്യമാരും 4 മക്കളും. അപ്പൊ അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് ഒരു ഹാർമണിയിൽ, ഐക്യത്തിൽ പോവുകയായിരുന്നു. നല്ല സ്നേഹത്തില്, ഒത്തൊരുമയില്, അല്ലെ? അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം എല്ലാം തകിടം മറിഞ്ഞ് ദശരഥൻ മരിച്ചു. രാമൻ കാട്ടിപ്പോയി. ഭരതൻ രാജ്യം ഭരിക്കുന്നത് തന്നെ വേദനയോട് കൂടിയിട്ടാ ഭരിക്കുന്നത്, അല്ലെ? സന്തോഷത്തോടു കൂടിയിട്ടല്ല, ജ്യേഷ്ഠന് വേണ്ടിയിട്ടാ ഭരിക്കുന്നത്. ഇതെല്ലാം താളം തെറ്റിക്കാനുണ്ടായ കാരണം നമുക്കറിയാം. മന്ദര വരം കൈകേയിയെ എന്താ പറയാ, ഒന്ന് സ്ക്രൂ ചെയ്തു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ എന്തിനു പറയുന്നു, കൈകേയി വരം ചോദിച്ചു. ഇതൊക്കെ കഥകളാണ്. പക്ഷെ നമ്മൾ ഈ കഥകളുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ ദശരഥന് ഒഴിവാക്കാമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് മന്ദര കൈകേയിയോട് പറഞ്ഞു, എന്തുകൊണ്ട് കൈകേയി ദശരഥനോട് വരം ചോദിച്ചു? ആ ഒരു അനുഭവത്തിന് ഇടയാക്കിയ ഒരു വീഴ്ച ദശരഥന് പറ്റിയത് എന്താണ്? നിങ്ങൾ ആരെങ്കിലും വരം കൊടുത്തതായിരുന്നു? അബ്സല്യൂട്ട്ലി അല്ല. അമിതമായ ആസക്തി. അതുമല്ല. ഒരുപക്ഷെ ദശരഥൻ രാമനെ പട്ടാഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് കൈകേയിയായിട്ടൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തുകൊട്ടെ, അങ്ങനെ ചെയ്യുന്നതിൽ എന്താ ദേവിയുടെ അഭിപ്രായം എന്നൊരു അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കൈകേയിക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കൈകേയിക്ക് പറയാമായിരുന്നു, മന്ദരയോട് എന്നോടുകൂടി ആലോചിച്ചിട്ടാണ്, ഞങ്ങളുകൂടി സമ്മതിച്ചിട്ടാണ് രാമനെ ചക്രവർത്തിയായിട്ട് വാഴിക്കുന്നത് എന്നൊരു അനുഭവം വന്നിരുന്നെങ്കിൽ അയോധ്യയിൽ ഒരിക്കലും യുദ്ധം ഉണ്ടാവില്ല. ശരിയാണത്? ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു ലാക്ക് ഓഫ് ഓപ്പൺനെസ്, ഒരു ലാക്ക് ഓഫ് കൺസൾട്ടേഷൻ was failed. Because of that, everything went in a wrong direction. A harmonious place became a war place, ultimately ended in a disaster. അല്ലേ? ഇത് നമുക്കുള്ളൊരു ലെസൺ എന്താ വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പവർഫുൾ മീഡിയ ബൈ വിച്ച് വി ക്യാൻ കീപ് ദ ഹാർമണി. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോണ്ടല്ലോ, പല പാരൻസിനും ആ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുമ്പോഴാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. ദേ വോണ്ട് ടോക്ക് മച്ച് ടു ദ പാരൻസ്, ബട്ട് അൾട്ടിമേറ്റ്ലി they never realized it is their failure to communicate with them. ഒരു ഹാർട്ട് ടു ഹാർട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ doesn't mean to talk with the mouth. മനസ്സിലായില്ലേ? ഒരു ഹാർട്ട് എന്ന്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഫാമിലികളിലൊക്കെ പറ്റുന്നത്, ഈ നമ്മുടെ ഭാഷയ്ക്ക് ഒരു ഹാർട്ട് ടച്ച് ഉണ്ട്.
ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പറയുമ്പോണ്ടല്ലോ അതൊരു ലാംഗ്വേജേ ആവുന്നുള്ളൂ. ഇവിടുത്തുകാരുടെ ലാംഗ്വേജ് ആണത്, നമ്മുടെ ലാംഗ്വേജ് അല്ലത്. അപ്പൊ നമ്മുടെ ലാംഗ്വേജിൽ നിങ്ങൾ ഓ മൈ ഡിയർ സൺ വിളിക്കുന്നതും കുട്ട, അപ്പു അല്ലെങ്കിൽ അമ്മു എന്നൊക്കെ വിളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ ഉണ്ടോ? അതിലൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ആ ഫീലിംഗോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ടോ അവരുടെ വീട്ടില് ഒരു ഐക്യമില്ലാത്ത ജീവിതം ഉണ്ടാവില്ല. ശരിയാണോ? അത് ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളടുത്ത് പറ്റുന്ന വീഴ്ച നമ്മളുടെ മൈൻഡിനെ നമ്മൾ ഓപ്പൺ ആക്കാതെ പോയാൽ, എവിടെയെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പരാജയം സംഭവിച്ചാൽ കൈവിട്ടു പോയി. പലപ്പോഴും നമ്മൾ കുട്ടികളോടൊക്കെ ആ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ് രാമായണത്തിലെ അയോധ്യകാണ്ഡത്തിലെ ദശരഥന് സംഭവിച്ച വീഴ്ച എന്ന് ഞാൻ മനസ്സിലാക്കും. ശരിയാണോ സുമാർ? ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് മനസ്സിലാക്കാനുള്ള ലെസനാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ഇതിൽ അഡ്വാൻറ്റേജ് എടുത്തു. ആര്? മന്ദര. അത് പിന്നീട് ഒരു വലിയ ഡിസാസ്റ്ററിലേക്ക് തിരിഞ്ഞു. എവിടെ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവണം നോക്കൂ. നമുക്ക് രാജ്യങ്ങളിലേക്ക് നോക്കി തന്നെ കാണാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പത്രത്തിൽ വായിക്കും, ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച പുനരാരംഭിച്ചു. കമ്മ്യൂണിക്കേഷൻ അല്ലേ? എവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുന്നു അവിടെ വീണ്ടും വീണ്ടും സംശയങ്ങളാണ്. ഈ രാജ്യം ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കണ്ടേ, ഈ രാജ്യം നശിപ്പിക്കാൻ നോക്കണ്ടേ. എവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അവിടെ നമുക്ക് വീണ്ടും സ്നേഹബന്ധങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റും. നമ്മൾ ചിലരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് വീണ്ടും കൊണ്ടു നടക്കും. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോ ചില ബോസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ഹൗ ആർ യു സർ, ഹൗ ആർ യു മേഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ സം കമ്മ്യൂണിക്കേഷൻ കീപ് ഇൻ ടച്ച് വിത്ത് എവരിതിങ് ഉണ്ടോ? ഒരു വെറുപ്പിന്റെ മനസ്സ് കുറെ മാറ്റി വെക്കാൻ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നിങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള വെറുപ്പിന്റെ കാഠിന്യം കുറെ കുറഞ്ഞു കിട്ടും. ഉണ്ടോ ഇല്ലയോ? കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബ്രിങ് ഹാർമണി. Where there is a failure of communication, there has to be some kind of exploitation, what you call, some advantages will taken by some unknown person. മന്ദര unknown ആണ്, ഒരു ആവശ്യമില്ല അതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യം ഉണ്ടോ? അങ്ങനെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഒന്നുകൂടി നോക്കുക, നമ്മുടെ വീട്ടില് ഇപ്പൊ ഭാര്യയും ഭർത്താവും നല്ലൊരു ഹാർമണിയിലല്ലെങ്കിൽ ഭാര്യ ഇത് ചെന്നിട്ട് വേറൊരു ഫ്രണ്ടിനോട് പറയുക, നമുക്ക് എന്റെ ഭർത്താവ് അത്ര അങ്ങോട്ട് ഒരു ഒന്നും തുറന്നു പറയുന്ന ടൈപ്പല്ല. ആ സ്ത്രീ പോയിട്ട് അവളുടെ ഭർത്താവിനോട് പറയാം. അങ്ങനെ ആ ഭർത്താവ് പിന്നെ ഈ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്, സാരല്ലേ വിഷമിക്കാൻ. ക്രമേണ വേണ്ടാത്ത റിലേഷൻഷിപ്പിലേക്ക് ഇത് വീഴുന്നു. അവസാനം സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളും വേറെ വീട്ടിൽ അവിടെയും പ്രശ്നങ്ങളും. അങ്ങനെയാണല്ലോ സീരിയൽ കഥകൾ മുഴുവൻ മെനഞ്ഞിട്ടാക്കുന്നത്. ആണോ അല്ലേ? ഒരു വീട്ടിലെ പെണ്ണ് പോയി വേറൊരാളുടെ ഭാര്യയുടെ ഭർത്താവിനോട് എങ്ങനെയൊക്കെയാ പോകുന്നത് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു ചിന്തിക്കാനുള്ള വിഷയമാണ് അല്ലേ? ആണോ അല്ലേ? ഞാൻ നോക്കുമ്പോ രാമായണത്തിന് റിലവൻസി ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഇതാണ് ഒന്നാമത്തെ. ഞാൻ മനസ്സിലാക്കില്ലേ, നമ്മുടെ സമയക്കുറവ് കാരണം നമ്മൾ കുറച്ച് പറയണം. രണ്ടാമത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? കിഷ്കിന്ധ്യ. കിഷ്കിന്ധ്യയിലേക്ക് നമ്മൾ നോക്കുമ്പോ അവിടുത്തെ രണ്ട് ഉഗ്രന്മാരായ ആളുകളാണ്. ആരൊക്കെ? അത്രയൊക്കെ അറിയാൻ നിൽക്കാൻ നന്നായി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അതിനും വേറെ ആൾക്കാരുടെ പേര് അല്ലേ? അപ്പൊ ബാലിയും സുഗ്രീവനും, ഈ ബാലിയുടെയും സുഗ്രീവന്റെയും ജീവിതത്തിൽ നല്ല ഹാർമണി, ഐക്യവും ഒത്തൊരുമയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അത് ബ്രേക്കായി. കാരണം അറിയാം നിങ്ങൾക്ക്, ബാലി ഒരു യുദ്ധത്തിന് പോയി അസുരനായിട്ട് ഒരു ഗുഹയിൽ. ബാലി അനുജനോട് പറയാണ് കാവല് നിൽക്കാൻ പറഞ്ഞു. രക്തം വരികയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം അസുരൻ മരിച്ചു. വെള്ള നിറത്തിലുള്ള വല്ല ദ്രാവകം വരികയാണെങ്കിൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോളണം. അങ്ങനെ ഒരു ഇതില് അങ്ങനെ അപ്പോ അങ്ങനെ ഒരു അഗ്രിമെന്റ്. അവസാനം എന്തായി? വന്നത് വെള്ളം പോലൊരു സാധനം. പാവം സുഗ്രീവൻ സത്യസന്ധമായി തെറ്റിദ്ധരിച്ചു, എന്റെ ബ്രദർ മരിച്ചു. അപ്പൊ അസുരൻ പുറത്തു വരരുതെന്ന് കരുതി വലിയൊരു റോക്ക് കൊണ്ട് ഗുഹ അടച്ച് അയാൾ പോകുന്നു. അയാൾ രാജ്യം ഭരിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞ് ബാലി പുറത്തു വന്നു. അല്ലേ? ബാലി പുറത്തു വന്നപ്പോ
തന്റെ സഹോദരൻ രാജ്യമേറ്റെടുത്തിരിക്കണോ, തന്റെ ഭാര്യ അവിടെ കൂടെ താമസിക്കണോ, അവന്റെ ഭാര്യ കൂടെ താമസിക്കണോ, കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഒരു സഹജമായ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തുണ്ടായി? ഒന്നും ചോദിക്കാൻ സംസാരിക്കാനും ഇടവരുത്താതെ ഉടനെ സുഗ്രീവനുമായി യുദ്ധം ചെയ്ത് അയാളെ അവിടുന്ന് ഓടിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ച് തന്റെ കൈവശം വയ്ക്കുന്നത്. അവിടുന്നാണ് അവർ ശത്രുക്കളായിട്ട് മാറുന്നത്. ആണോ? ഒരു ഹാർമണി ഉണ്ടായ സ്ഥലം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തോണ്ട് എന്തായി? നല്ല ഹാർമണിയിൽ ജീവിച്ചൊരു വീട്ടില് കംപ്ലീറ്റ് ഒരു ഡിസാർമണി കൊണ്ടുവരാൻ സാധിച്ചു. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഐക്യം അനൈക്യമായി തീർന്നു. എന്തുകൊണ്ടുണ്ടായി? കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ അവിടെ. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. മിസ്അണ്ടർസ്റ്റാൻഡിങ് സ്വാഭാവികമാണ്. എന്നാലും വേറൊരു സ്റ്റെപ്പ് കൂടി ചെയ്യായിരുന്നു ഭാര്യയ്ക്ക്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ചോദിക്കാൻ ക്ലാരിഫൈ ചെയ്യായിരുന്നു. ഒരു ഒരു സുഗ്രീവൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഭാര്യയ്ക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ സുഗ്രീവന് പറയാനൊരു അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ട്രാജഡി ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ ഒരു വലിയൊരു പോയിന്റ് നമ്മൾ ഭാര്യയിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്? ഒരു പവർ ഓഫ് ലിസണിങ്. മറ്റുള്ളവർ പറയുന്നതിനെ കേൾക്കാനുള്ള, അവർക്ക് പറയാനുള്ള ഒരു അവസരവും നമുക്ക് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി വേണ്ടേ? അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, സുഗ്രീവൻ ക്ലാരിഫൈ ചെയ്തിരുന്നെങ്കിൽ ബാലിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പോകുമായിരുന്നു. ബാലിയും ബാലിയുടെ ഭാര്യയും എന്താണ് സുഗ്രീവനും. ബാലിയുടെ ഭാര്യ പറയാണ്, അങ്ങയുടെ സഹോദരൻ എന്നെ ഒരു അമ്മയെ പോലെയാണ് കണ്ടത്, എന്നെ ഒരിക്കലും ഒരു സ്ത്രീയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ശാരീരിക സുഖത്തിന് എന്നെ കണ്ടിട്ടില്ല എന്ന് പറയായിരുന്നെങ്കിൽ ഇയാൾക്ക് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നില്ല. മനസ്സിലായില്ലേ? ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി തകർത്ത് കളഞ്ഞ ബന്ധങ്ങൾ. അപ്പൊ അതിനെന്ത് വേണം? ഒരു പവർ ഓഫ് ലിസണിങ്. മനസ്സിലായില്ലേ? പവർ ഓഫ് ലിസണിങ്. മറ്റൊരാൾക്ക് പറയാനുള്ള ഒരു ഫ്രീഡം അത് കൊടുക്കണം. വേണ്ടേ? വേണ്ടേ? ഇതാണ് നമ്മുടെ ലോകങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരവും കൊടുക്കുന്നില്ല, കേൾക്കാനുള്ള മനസ്ഥിതിയില്ല. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളല്ല ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തോന്നാറില്ലേ എനിക്ക് പറയാനൊരു അവസരം തരും? പറയാറില്ലേ? നമ്മളൊക്കെ പറയുന്ന കാര്യമല്ലേ, എനിക്കൊന്ന് പറയാനൊരു അവസരം തരും. എനിക്ക് കേൾക്കാൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന എന്തുണ്ട്? ഉണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കേൾക്കാനുള്ള മനസ്ഥിതി ഇല്ലായ്മയും പറയാനുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ പറയാനുള്ള ഒരു അവസരം. അതാണ് ആക്ച്വലി അല്ലെ കൊടുക്കാത്തത്. അങ്ങനെയുള്ളൊരു ഒരു സംസ്കാരം എവിടെ ഉണ്ടോ അവിടെ എന്നും ഡിസാർമണി ഉണ്ടാവുള്ളൂ, അനക്യം ഉണ്ടാവുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ആരുടെ? സുഗ്രീവന്റെയും ഭാര്യയുടെയും കഥ. ശരിയല്ലത്? ഇന്ന് പ്രസക്തിയുള്ള ഒരു കാര്യമല്ലത്? ലോകത്തിന് ആവശ്യമുള്ള ഒരു സന്ദേശമല്ലേ ഇത്? ആണോ? നോക്കൂ നിങ്ങളെ രാമായണത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തി. ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കണേ ലങ്ക. രാവണൻ. നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് രാവണൻ വളരെ ബാഡ് ക്യാരക്ടർ എന്നാണ്. പക്ഷെ ഈ സച്ച് എ ഗ്രേറ്റ് സ്കോളർ, വേദിക് സ്കോളറാണ്, ശിവന്റെ ഭക്തനാണ്, കൈലാസം വരെ കയ്യിലെടുത്ത് അമ്മാനമാടിയ ആളാണ്. ആര്? രാവണൻ. കേട്ടില്ലേ? ആ രാവണന്റെ 10 തല എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. 10 തലയല്ല രാവണനുള്ളത്. അങ്ങനെ ആയാലും അപകടമാണ്. 10 തലയുള്ള ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഏത് പൊട്ടനും അറിയാം. ഒരു തല തന്നെ പല്ല് തേച്ച് വെളുപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന എത്ര? അയാൾക്ക് കോൾഗേറ്റ് കമ്പനിയിൽ ജോലിയുണ്ട് അല്ലേ? നമ്മള് പിന്നെ പേസ്റ്റ് കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വരും. ഈ 10നും എത്ര പേസ്റ്റ് വേണം? ഇതൊരു കൂട് വാങ്ങിച്ചാൽ തന്നെ ഒരു 10 ദിവസം കൊണ്ട് കുട്ടികളെ അടിച്ച് തീർക്കണം ആ സാധനം.